ഇത് അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിസ. ഇരിക്കണം. അസിസ്റ്റന്റ് കമ്മീഷണർ. ഹലോ. ഹലോ. നിങ്ങളുടെ ഫ്ലാറ്റിൽ ഇന്നൊരു സംഭവം നടന്നു. എന്താ? 7-8 മണിയോടുകൂടി അവിടെ സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ ആരോ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. അവരവിടെ ഒന്ന് ഓടി രക്ഷപ്പെട്ടു. ആരാ അവിടെ താമസിക്കുന്നത്? ആരും താമസിക്കുന്നില്ല, പൂട്ടിക്കിടക്കാണ്. കീ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? ഇല്ല. ഇനി ആരെങ്കിലും കുത്തി തുറന്നാണോ? അല്ല, താക്കോലിട്ട് എന്നാ തുറന്നിരിക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയ. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. പിന്നെ വരാം. ശരി. നിന്നെ ആരാ കൊല്ലാൻ ശ്രമിച്ചത്? എന്നെയോ? നിന്നെയോ അതോ നിന്റെ കൂടെ ഉണ്ടായിരുന്നവനെയോ? ആരായിരുന്നു ഇന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? അറിഞ്ഞിട്ട് എന്ത് വേണം? എന്നെ മാനം കെടുത്തരുത്. തനിക്ക് എന്നാടോ ഈ മാനമൊക്കെ ഉണ്ടായത്? മന്ത്രിയുടെ പെങ്ങളാണല്ലോ. നാളെ വെണ്ടയ്ക്ക അക്ഷരത്തിലായിരിക്കും പത്രങ്ങൾ അടിച്ചു വരുന്നത്. മന്ത്രി? ഈ പെങ്ങളില്ലായിരുന്നെങ്കിലേ അയാൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ലായിരുന്നു. വിടറോ. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ വേറെ വഴി നോക്കണം. എന്റെ ജീവിതം മുഴുവൻ തുലച്ചിട്ട്? തന്റെ ഒരു ജീവിതം. താൻ എന്നാടോ ഈ സ്കോച്ചും 555 ഒക്കെ കാണാൻ തുടങ്ങിയത്? നിന്റെ സ്കോച്ച്. കമ്മീഷണർ വരാറായി. മാറിക്കേ. തന്നോടുകൂടിയാ പറഞ്ഞു മാറിക്കാൻ. ഡ്രൈവറല്ലേ? അതെ, പോലീസ് ഡ്രൈവർ. വണ്ടി ഓടിക്കുന്ന പണി നോക്കിയാൽ മതി. അല്ല, നമുക്കെന്താണാവോ പണി? എനിക്ക് പണിയൊന്നുമില്ല. താൻ പോയി പുറത്ത് നിൽക്ക്. വരാൻ മാറിയിക്കണം. പറഞ്ഞ കേക്കില്ല, മാറി നിൽക്കാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉണ്ടല്ലോ. എന്താ പ്രത്യേകിച്ച്? ഫോണിൽ കിട്ടാത്തതുകൊണ്ട് സാറിനെ ഒന്ന് നേരിൽ കാണാമെന്ന് കരുതി. ഇരിക്കൂ. കുടിക്കാൻ എന്താ? ഞങ്ങൾക്ക് കുടിക്കാനൊന്നും വേണ്ട, ന്യൂസാണ് വേണ്ടത്. ന്യൂസ് ഉള്ളപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിച്ചു വരുത്താറുണ്ടല്ലോ. ഇവിടെ അടുത്തടുത്ത് 2 കൊല നടക്കുകയും ഇന്നലെ രാത്രി മറ്റൊരു കൊലയ്ക്കുള്ള ശ്രമം നടക്കുകയും ചെയ്തിട്ടും സാർ ഞങ്ങൾ ക്ഷണിച്ചില്ലല്ലോ. ഇതൊന്നും ന്യൂസ് അല്ലെന്നാണ് സാർ പറയുന്നത്. ഓ, അതാണോ കാര്യം? ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ ഹരി, വിൽ യു പ്ലീസ് കം ഹിയർ? ഞാൻ വിളിച്ചത് അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിപ്രസാദിനെയാണ്. ജൂറിസ്ഡിക്ഷൻ നോക്കാതെ ഈ കേസുകളുടെ എല്ലാ അന്വേഷണം മിസ്റ്റർ ഹരിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ അന്വേഷണം പൂർത്തിയാവാതെ നിങ്ങളെ കാണണ്ടെന്നാണ് ഹരിയുടെ അഭിപ്രായം. പ്ലീസ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിപ്രസാദ്. ഇവരൊക്കെ അറിയാമല്ലോ, ഇവിടുത്തെ പ്രധാന പത്രങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ആണ്. ഇവർക്ക് ഹരിയിൽ നിന്ന് ചിലതൊക്കെ അറിയണമെന്ന്. സിറ്റിയിൽ നടക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? അന്വേഷണം നടക്കുന്നു. അത് പിന്നെ അന്വേഷിക്കാതിരിക്കുമോ? കൊലപാതകം നടന്ന അന്വേഷിക്കും. എന്തെങ്കിലും തുമ്പ് കിട്ടിയെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കിട്ടുമ്പോ അറിയിക്കാം. ആഭ്യന്തരമന്ത്രിയുടെ പെങ്ങളുടെ നേർക്കാണ് ഇന്നലെ വെടിവെച്ചത്. ആയുസിന്റെ വലിപ്പം കൊണ്ട് അവർ രക്ഷപ്പെട്ടതാ. ഈ സംഭവത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ കളി വല്ലതുള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയം എന്തെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. അത് കളി വേറെയാ. യു ആർ കറക്റ്റ്. സാർ, ജനങ്ങൾ ആകെ പേടിച്ചിരിക്കുക. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളില 2 കൊലപാതകങ്ങളും 1 കൊലപാതക ശ്രമവും നടന്നത്. അതും എല്ലാ സ്ത്രീകളെ. എനിക്കൊരു ഡൗട്ടുണ്ട്. സ്ത്രീകളോട് എന്തോ പ്രത്യേക വിരോധമുള്ള ആരെങ്കിലും ആയിരിക്കണം ഇതിന്റെ പിറകിലുള്ളത്. അങ്ങനെയല്ലേ മിസ്റ്റർ ഹരി? എനിക്കങ്ങനെ തോന്നുന്നില്ല സാർ. അപ്പോ നിങ്ങൾ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാ? ഒന്നും മിണ്ടായിരടും. കമ്മീഷണർ സാർ പറഞ്ഞു സ്ത്രീകളോടെന്തോ പ്രത്യേക വിരോധമുള്ള ആരെങ്കിലും ആയിരിക്കും ഇതിന്റെ പുറകിലെന്ന്. സാർ പറയുന്നു അങ്ങനെയല്ല. എന്താ അതിന്റെ കാരണം? എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് മരിച്ച 2 സ്ത്രീകളും വളരെ നല്ലവരായിരുന്നു എന്നാണ്. അവരുടെ സ്വഭാവത്തിൽ ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ പെങ്ങൾ പിഴയാണെന്നല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാമല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡോണ്ട് പുട്ട് യുവർ ഐഡിയാസ് ഇൻ ടു മൈ മൗത്ത്. അന്വേഷണം നടക്കുന്നേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഒന്നും എഴുതരുത്. എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ കിട്ടിയാൽ നിങ്ങളെ അറിയിക്കാം. ശരി സാർ.
ഹരി ഇതൊന്നും കാര്യമായി എടുക്കണ്ട. അവർ വന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഹരിയെ ഒന്ന് വിളിച്ചെന്ന് മാത്രം. ഭർത്താവ് ഉണ്ടായിരുന്നുകൊണ്ട് മിനിസ്റ്ററുടെ പെങ്ങളോട് കൂടുതലൊന്നും ചോദിച്ചില്ല. ഒരു കുടുംബകലഹം ഒഴിവാക്കാമല്ലോ എന്ന് കരുതി. കുടുംബകലഹമൊന്നുമില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ അയാൾ ആ സ്ത്രീയെ വിവാഹം കഴിച്ചത്. മുമ്പ് കൊല്ലപ്പെട്ട 2 സ്ത്രീകളുടെയും ഭർത്താക്കന്മാർക്ക് മറ്റു പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. ഇവിടെ നേരെ മറിച്ചാണ്. നോ, അവിടെയാണ് ഹരിയുടെ കാൽക്കുലേഷനിൽ പിശക് പറ്റിയത്. ഞാൻ നേരത്തെ പത്രക്കാരോട് പറഞ്ഞ ഒരു പോയിന്റ് ഹരി നിഷേധിച്ചു. സാരമില്ല, മിനിസ്റ്ററുടെ സിസ്റ്റർ പിശകാണെന്ന് തർക്കമില്ലല്ലോ. ഇത് നാട്ടുകാർക്കറിയാവുന്ന സത്യം. കൊല്ലപ്പെട്ട 2 സ്ത്രീകൾക്കും ഉണ്ടായിരുന്ന അവിഹിത ബന്ധങ്ങൾ അവർ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സ്ത്രീകളോടൊക്കെ ബന്ധമോ വിരോധമോ ഉള്ള ആരെങ്കിലും ആയിരിക്കണം ഈ കൊലയോടൊക്കെ പിന്നിലെന്ന്. സർ, മറ്റ് 2 കൊലയ്ക്കും ഉപയോഗിച്ച വെപ്പൺ തന്നെയാണ് ഈ കേസിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തവണയും വീടിന് പുറത്ത് ദൂരെ നിന്നാണ് വെടിവന്നിട്ടുള്ളത്. 3 സംഭവങ്ങളിലും ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്. അതുകൊണ്ട് ഒരേ ആൾ തന്നെയായിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത്. ആളുടെ മോട്ടീവിനെ പറ്റിയേ നാം തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. മന്ത്രിയുടെ പെങ്ങളെ ഭർത്താവില്ലാത്ത സമയത്ത് ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ ആളെ പിടികിട്ടും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാലത്ത് ഐജിയുടെ ഫോൺ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ആ സ്ത്രീയെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഹരാസ് ചെയ്യരുതെന്ന്. പിന്നെ എങ്ങനെയാണ് സാർ? ഹരി ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. ഇതൊക്കെയാണ് കുറെ കാലമായി ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. ശരി, റിപ്പോർട്ട് ഇപ്പൊ തന്നെ വാങ്ങണം. ഞാൻ ഓഫീസിലെത്തുമ്പോ മേശപ്പുറത്തുണ്ടാവണം. ഓക്കെ സർ. എന്തോ നോക്കേ സാർ, വിശന്നിട്ട് വയ്യ അല്ലേ സാർ? മണി 1:15. ഇപ്പൊ അത് വാങ്ങാൻ പോയാൽ 2-2:30 ആകും. ഊണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ കൃത്യസമയമായിരിക്കും അല്ലേ സാർ? വണ്ടി വിടറോ? ഓക്കെ സാർ. ജാക്ക്, come here. ഇവന് ചോറ് കൊടുത്തോ? ഞങ്ങൾ 2 പേരും ഊണ് കഴിച്ചതാ. സമയം തെറ്റിക്കല്ലേ. കേശവന്മാർക്ക് പ്രായമൊക്കെ ആയി. ഇവൻ ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഇവൻ ചെറുപ്പമല്ലേ. ശരി. അല്ല, ഇതെന്താ 1 മാസത്തേക്കുള്ള ഒന്നിച്ചുണ്ടാക്കിയ? പാചകമൊക്കെ മതി. ഷോ, എന്റെ മോൾ ആകെ വേർത്ത് കുളിച്ചു പോയല്ലോ. ആകെ വേർതിരിക്കുക. എനിക്ക് പോണം. വാ, സമയായി. കേശവനാരെ, ആ സാധനങ്ങളൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചേക്കൂ. മത്സ്യവും മാംസമൊക്കെ അവിടെ ഇരിക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. കേശവനായർക്ക് ഇറച്ചിയും മീനും കാണുന്നത് പേടിയാ. പാവം. 1 മിനിറ്റ്, ഞാനൊന്ന് മേലെ എഴുതിയിട്ട് വരാം. ഞാനും വരാം. അയ്യോ, ഇപ്പൊ വേണ്ട. നാശം, ഏത് പണ്ടാരാ ഈ സമയത്ത് കയറി വന്നിരിക്കുന്നത്? ഒന്ന് മേല് കഴുകാൻ സമ്മതിക്കും. അമ്മേ, ഇതെന്താമ്മേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഞങ്ങൾ ആലപ്പുഴയിൽ ഒരു കല്യാണത്തിന് പോയിട്ട് വരുമോ? വിളിക്കാം. ഹരി ഊണ് കഴിക്കാൻ എത്തിയതേ ഉള്ളൂ. ഇന്ന് ഇത്തിരി ലേറ്റായി. അമ്മ തീരെ ക്ഷീണിച്ചു പോയി. ഓ, നിനക്ക് തോന്നുക, എനിക്ക് ക്ഷീണമൊന്നുമില്ല. പക്ഷേ ഊണെടുത്ത് വെക്കേ. ഞങ്ങൾ കല്യാണ സദ്യ കഴിഞ്ഞ് വരിക. തന്നെയല്ല, ഉടനെ പോകാൻ വേണം. ഓ, അച്ഛന്റെ ഒരു ധൃതി. വന്ന് കയറിയതല്ലേ ഉള്ളൂ. നിനക്കറിയില്ല മോളെ, വീട്ടിൽ എന്തൊക്കെയാ ജോലി? ആ, നീങ്ങ വന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.